അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. പ്രിയമുള്ള സഹോദരന്മാരെ, ഇന്ന് നമ്മുടെ വിഷയം ഇടിവാളുമായി ബന്ധപ്പെട്ടതാണ്. ഇടിവാൾ എന്ന് പറയുന്നത് ഒരു അത്ഭുത പ്രതിഭാസമാണ്. ഖുർആനിലെ ഒരു അധ്യായത്തിന്റെ പേര് തന്നെ അർ-റഅദ് എന്നാണ്, 13-ാമത്തെ അധ്യായം. അതിൽ ആ 13-ാമത്തെ അധ്യായത്തിൽ 13-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: യുസബ്ബിഹുർ റഅദു ബിഹംദിഹി വൽ മലായികതു മിൻ ഖൈഫതിഹി വയുർസിലുസ് സവാഇക ഫയുസീബു ബിഹാ മൻ യശാ. അതിന്റെ ആശയം, യുസബ്ബിഹുർ റഅദു ബിഹംദിഹി, ഇടിനാദം, ഇടിവാൾ അല്ലാഹുവിനെ സ്തുതിക്കുന്നു. വൽ മലായികത്തു മിൻ ഖൈഫതിഹി, മാലാഖമാരും അവനെ ഭയപ്പെട്ടുകൊണ്ട് സ്തുതിക്കുന്നു. വയുർസിലുസ് സവാഇക, അവൻ ഇടിവാളുകൾ അയക്കുന്നു. ഫയുസീബു ബിഹാ മൻ യശാ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് ഏൽക്കുന്നു, ആ ഇടിവാൾ ഏൽക്കുന്നു. എന്തൊരത്ഭുതം! ലോകത്ത് ധാരാളം ആളുകൾ മിന്നലേറ്റ് മരണപ്പെടാറുണ്ട്. നമ്മൾ ആ പത്രവാർത്ത പലപ്പോഴും വായിക്കുകയും മാധ്യമങ്ങളിലൂടെ അത് പലരും കണ്ടിട്ടുണ്ട്. പത്രവാർത്തകളിൽ വന്ന ചിലത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. പാടത്ത് കൊയ്തുകൊണ്ട് നിന്ന 2 പേർ മിന്നലേറ്റ് മരിച്ചു. കുഞ്ഞിന് ചോറ് കൊടുത്തുകൊണ്ടിരുന്ന വീട്ടമ്മ മിന്നലേറ്റ് മരിച്ചു. ഇടിമിന്നലിൽ ദമ്പതികളടക്കം 11 പേർ മരിച്ചു. സ്കൂൾ വരാന്തയിൽ നിന്ന് 2 പേർ ഇടിമിന്നലേറ്റ് മരിച്ചു. ഇടിമിന്നലേറ്റ് തൃശൂരിൽ 3 പേർ മരിച്ചു. ജവാന്റെ സംസ്കാര ചടങ്ങിനിടയിൽ മിന്നലേറ്റ് 6 മരണം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇടിമിന്നൽ മരണം ഉണ്ടാകുന്നത് കേരളത്തിലാണ് എന്ന് പഠനം നടന്നിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ ബംഗാളിലാണ് ഏറ്റവും കൂടുതൽ ഇടിമിന്നൽ ഉണ്ടാകുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ കടക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മിന്നൽ ഉണ്ടാകുന്നത്. കാലാവസ്ഥയുമായി ഇതിന് ബന്ധമുണ്ട് എന്ന് പറയപ്പെടുന്നു. കാലാവസ്ഥയിലെ വ്യതിയാനവുമായി ഇതിന് ബന്ധമുണ്ടെന്ന് പറയപ്പെടുന്നു. ഇവിടെ എന്തുകൊണ്ടാണ് ചില ആളുകൾ മരിക്കുന്നത് എന്നുള്ളതിന് ശാസ്ത്രത്തിന് വ്യക്തമായിട്ടുള്ളൊരു ഉത്തരം പറയാൻ കഴിയില്ല. 2 പേര് സംസാരിച്ചു നിൽക്കുമ്പോൾ എന്തുകൊണ്ട് ഒരാൾ മാത്രം മരണപ്പെട്ടു? യുസീബു ബിഹാ മൻ യശാ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് ഏൽക്കുന്നു എന്ന് വേണമെങ്കിൽ ഖുർആനിന്റെ ഭാഷയിൽ പറയാം. ഇത്രയും ഞാൻ പറഞ്ഞത് ഇടിമിന്നലിനെ കുറിച്ചാണ്. ഇനി ഈ റഅദ് എന്ന് പറയുന്ന പദം വിശുദ്ധ ഖുർആനിൽ 2 തവണ മാത്രമാണ് വന്നിട്ടുള്ളത്. അതിൽ ഒന്ന് ഇങ്ങനെ: ഔ കസ്വയ്യിബിൻ മിനസ്സമാഇ ഫീഹി ളുലുമാതുൻ വറഅദുൻ വബർഖുൻ യജഅലൂന അസാബിഅഹും ഫീ ആദാനിഹിം മിനസ്സവാഇകി ഹദറൽ മൗത്ത് വല്ലാഹു മുഹീതും ബിൽ കാഫിരീൻ. ഇത് സൂറത്തുൽ ബഖറയുടെ 19-ാമത്തെ വചനമാണ്. ഈ വചനത്തിൽ റഅദ് എന്നീ അക്ഷരങ്ങൾ ഒരു പ്രത്യേക രീതിയിലാണ് വന്നിട്ടുള്ളത്. റാ, ഐന്, ദാല് എന്നീ അക്ഷരങ്ങൾ വന്ന ക്രമം ഈ ആയത്തിൽ റാ 4 തവണ, ഐന് 4 തവണ, ദാല് 1 തവണ. അപ്പോൾ 1 + 4 + 4 = 9. ഇനി ഞാനിപ്പോൾ ഓതി കേൾപ്പിച്ച ഈ വചനത്തിൽ 19 പദങ്ങളും 83 അക്ഷരങ്ങളുമുണ്ട്. ഈ പറഞ്ഞ കാര്യം നിങ്ങൾ മനസ്സിൽ കുറിച്ചിടുക. ഇനി റഅദ് എന്ന് വന്നിട്ടുള്ള മറ്റൊരു വചനം: യുസബ്ബിഹുർ റഅദു ബിഹംദിഹി വൽ മലായികതു മിൻ ഖൈഫതിഹി വയുർസിലുസ് സവാഇക ഫയുസീബു ബിഹാ മൻ യശാ വഹും യുജാദിലൂന ഫില്ലാഹി വഹുവ ശദീദുൽ മിഹാൽ. ഇത് സൂറത്തുർ റഅദിന്റെ 13-ാമത്തെ വചനമാണ്. ഈ വചനത്തിൽ റഅദ് എന്നതിലെ റാ, ഐന്, ദാല് എന്നീ അക്ഷരങ്ങൾ ഇപ്രകാരമാണ് ആ വചനത്തിൽ വന്നിട്ടുള്ളത്. റാ 5 തവണ, ഐന് 2 തവണ, ദാല് 2 തവണ. അപ്പോൾ 2 + 2 + 5 = 9 തവണ. ഇവിടെയും 19 വാക്കുകളും 83 അക്ഷരങ്ങളും. ഈ 2 വചനങ്ങളും, റഅദ് എന്ന് ഖുർആനിൽ വന്നിട്ടുള്ള ഈ 2 വചനങ്ങളും ചേർത്ത് വെച്ചാൽ സ്ക്രീനിൽ നിങ്ങൾക്ക് അതിൻ്റെ അത്ഭുതം ഇങ്ങനെ കാണാൻ കഴിയും. 19 വചനങ്ങളും 83 അക്ഷരങ്ങളും ഉൾക്കൊള്ളുന്ന 2 വചനങ്ങൾ.
മനുഷ്യന് ചിന്തിക്കാൻ ഒരുപാട് ദൃഷ്ടാന്തവും പഠിക്കാൻ കുറേ സംഖ്യാത്ഭുതങ്ങളുമാണ് ഈ വചനത്തിൽ ഉള്ളത്. ഇൻഷാ അല്ലാഹ് ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും വരാം മറ്റൊരിക്കൽ.